എന്താ പിന്നെന്താ നിർത്തിക്കളഞ്ഞ? ഒന്നുമില്ല. ഓ, ഡാൻസ് ഷൂട്ട് ചെയ്യായിരുന്നല്ലേ? അത് പിന്നെ ഞങ്ങളൊരു റീൽ എടുക്കുമായിരുന്നു. ആഹാ, പിന്നെന്താ എന്നെ കണ്ടിട്ട് നിർത്തിക്കളഞ്ഞ? ഞങ്ങള് റീൽ എടുക്കുന്നതിന് ഏട്ടത്തമ്മയ്ക്ക് കുഴപ്പമില്ല. എനിക്കെന്ത് കുഴപ്പം? ഏട്ടൻ ഇതൊന്നും ഇഷ്ടല്ല. ഏട്ടൻ കണ്ട വഴക്കു പറയും. അതുകൊണ്ട് ഏട്ടൻ കാണാതെയാ ഞങ്ങള് റീലെടുത്തേ. അല്ല, ഗിരിയേട്ടൻ എന്തിനാ നിങ്ങളെ വഴക്ക് പറയുന്നത്? ഇതൊക്കെ ഒരു രസല്ലേ? ഒരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തെന്ന് വെച്ച് എന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടാ. നമുക്ക് ഒരുമിച്ച് റീൽ എടുക്കാം. അത് വേണോ? ഏട്ടൻ കണ്ട. ഓ പിന്നെ, എന്നെ ഏട്ടൻ പിടിച്ചങ്ങ് വിഴുങ്ങാൻ പോവല്ലേ? പറ, ഏത് റീലാ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാണിച്ചാ. ഇതാ ഇങ്ങനെയാ? ഇതാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ. ഫോൺ ഞാൻ പിടിച്ചുതരാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞു കാണിച്ചു തരും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കളിച്ചാ മതി. എന്താ അത് ഞങ്ങള് റീല് ഷൂട്ട് ചെയ്യായിരുന്നു. ഏ? ഡാൻസ് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. കുഞ്ഞിക്ക് നാളെ സ്കൂളുള്ളതല്ലേ? ഉം, പഠിക്കാനില്ലേ കുറെ? ഉം. ചെന്ന് കിടന്ന് ഉറങ്ങും. നിങ്ങളും ചെല്ല്. നിക്ക്. എന്താ പോവാം, പോവാം, പോവാം. നടക്ക്. നല്ല രസമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഗിരിയേട്ടൻ എന്തിനാ അവരെ ഓടിച്ചു വിട്ടെ? അവർക്കത് വിഷമായി കാണും. അതൊന്നും സാരമില്ല. എന്തായാലും ബോറായിപ്പോയി. ആവശ്യമില്ലാത്ത ഓരോന്നും. ഗിരിയേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? എന്റെ പിള്ളേർക്ക് ഇതൊന്നും ശീലമുള്ളതല്ല. എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ഗിരിയേട്ടന്റെ സ്വന്തം പെങ്ങന്മാരെ വിശ്വാസല്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. വേണ്ട, അത്ര തന്നെ. ഈ ഗിരിയേട്ടൻ ഏത് കാലത്താ ജീവിക്കുന്നേ? ഇതൊക്കെ പുതിയ ട്രെൻഡാ. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. പാറു, ഇതിനകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ അല്ലേ. തെറ്റും ശരി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടായാൽ മതി. ഒരബദ്ധവും പറ്റില്ല. പാറു, എന്നാലും ഇത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പാറുവിനറിയാലോ, ഞാൻ എൻ്റെ പിള്ളേരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്.
ഇതൊക്കെ ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിപ്പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കടന്നില്ലേ? ഏട്ടാ, ഞങ്ങളാ റീലെടുത്തത്. അത് കണ്ടിട്ട് പാറു ഞങ്ങളോടൊപ്പം കൂടുമായിരുന്നു. അതിന്റെ പേരില് ഏട്ടൻ പാറുവിനെ വഴക്ക് പറയരുത്. ഏയ്, ഗിരിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഗിരിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ ഞാൻ അറിയാതെ നിങ്ങൾ ഓരോ കാട്ടിക്കൂട്ടലുണ്ട് അല്ലേ? ഗിരിയേട്ടാ പ്ലീസ്, ദേ അവരെ വഴക്ക് പറയരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗിരിയേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ മോശം മാത്രമൊന്നുമല്ല, നല്ലതുമുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഗിരിയേട്ടൻ പെങ്ങന്മാരെ ജീവനെ തുല്യ സ്നേഹിക്കുന്നത് സത്യമാ. പക്ഷേ ഇവർക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ ഒരു സഹോദരൻ എന്ന നിലയിൽ ഗിരിയേട്ടന് പൂർണ്ണമായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇത് ന്യൂ ജനറേഷനും കടന്ന് ജെൻസിയുടെ കാലാ. അതിനൊപ്പം നമ്മൾ മാറണം. ഇനിയിപ്പോ നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഞാനൊരു ഡോക്ടറാ. പല മെഡിസിൻസിനും പാർശ്വഫലങ്ങൾ ഉള്ളതാ. എന്ന് കരുതി രോഗം മാറാൻ നമ്മൾ എന്താ വേണ്ടത്? മരുന്ന് കൊടുത്തേ മതിയാവൂ. ഒന്നും അമിതാവാതെ കൃത്യമായിട്ട് നൽകണം. നൽകാതിരുന്ന രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗിരിയേട്ടന് മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗിരിയേട്ടന്റെ ഈ അനിയത്തിമാര് കുഞ്ഞി അടക്കം നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവരാ. അത് ഗിരിയേട്ടന്റെ ശിക്ഷണത്തിന്റെ ഗുണവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാരൊരിക്കലും ഒരിടത്തും അതിര് വിട്ട് ഒന്നും ചെയ്യില്ല. ആ പേടി ഗിരിയേട്ടന് വേണ്ട. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇവരെപ്പോഴും അത് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. ബോറടിക്കുമ്പോ വല്ലപ്പോഴും ഇത്തിരി നേരം അത് അവർ ഉപയോഗിച്ചോട്ടെ ഗിരിയേട്ടാ. അതുകൊണ്ട് ഇവര് വഴിതെറ്റി പോവില്ല. ഞാൻ നോക്കിക്കോളാം. പ്ലീസ് അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കണം.